ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഏജിയസ് വ്ളോഗ്സ്. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസ് റിലേറ്റഡ് അതുപോലെ തന്നെ എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ ഡൗട്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് പറ്റണ പോലെയൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബ് കമൻസിലാണെങ്കിലും ഒക്കെ ഡൗട്ട്സ് വന്നിരുന്നു. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. വീഡിയോസ് ഇഷ്ടമാണ്. കാരണം സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ആ ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ മാത്രമാണ് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പുതിയ വീഡിയോസ് ഇങ്ങനെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് വരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ BDSലെ 9 ഡിപ്പാർട്ട്മെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. 8 ഡിപ്പാർട്ട്മെന്റ്സ് ആണ് നമുക്ക് ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഉള്ളൂ. ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് തേർഡ് ഇയർ ആകുമ്പോഴത്തേനും തീരും കേട്ടോ. അപ്പം ഞാൻ ഇയർ വൈസ് BDSലെ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും കണ്ടു നോക്കും. അപ്പോൾ അതിൽ ഏതൊക്കെ മെഡിക്കൽ സബ്ജക്ട്സും കൂടി ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിപ്പോൾ ഒരുപാട് പേരുടെ ഡൗട്ട്സ് പ്രമാണിച്ച് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് ആണ് നമുക്ക് BDSൽ ഉള്ളതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഉള്ളത് ഡെന്റൽ അനാട്ടമി ആൻഡ് ഡെന്റൽ ഹിസ്റ്റോളജി എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അത് നമുക്ക് ഫസ്റ്റ് ഇയറിലാണ് അതിന്റെ തിയറിയും പ്രാക്ടിക്കലൊക്കെ വരുന്നത്. അതിനോടനുബന്ധിച്ചിട്ട് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഓറൽ പെത്തോളജി ആൻഡ് മൈക്രോബയോളജി ആണ്. അപ്പോൾ അതിന്റെ കീഴിലായിട്ട് തന്നെയാണ് ഈ ഡെന്റൽ അനാട്ടമി ആൻഡ് ഹിസ്റ്റോളജി വരുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ വിഭാഗം അതാണ് ഓറൽ പാത്തോളജി, മൈക്രോബയോളജി, ഡെന്റൽ അനാട്ടമി, ഡെന്റൽ ഹിസ്റ്റോളജി. അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ MBBSൽ പെത്തോളജി വിഭാഗം പഠിക്കുമ്പോൾ അറിയാലോ, ബയോപ്സിയും കാര്യങ്ങളൊക്കെ എടുക്കില്ലേ. അതുപോലെ തന്നെ ഈ ഓറൽ ക്യാൻസർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ അത് ഡയഗ്നോസ് ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അതിൽ നമ്മൾ PG ചെയ്യുമ്പോൾ നമുക്ക് ടീച്ചിങ് ഫീൽഡിലോട്ട് നമുക്ക് കടക്കാൻ പറ്റും. നല്ല ഡിപ്പാർട്ട്മെന്റ് ആണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഓറൽ പെത്തോളജി കേട്ടോ. അത് ഞങ്ങളെ പഠിപ്പിച്ച സ്റ്റാഫ് കാരനാണോ എന്താണെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സബ്ജക്ട്. അപ്പോൾ അതിൽ PG എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി ഇതുപോലെ ടീച്ചിങ് പ്രൊഫഷനിലോട്ട് കടക്കാൻ പറ്റും. അതിന് സ്കോപ്പുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ വരുന്നത് ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി. ഇതാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. അതായത് MBBSകാർ ജനറൽ മെഡിസിൻ പോലെയാണ് ഏകദേശം ഇത്. അതായത് പേഷ്യന്റ് വരുന്നു, നമ്മൾ അവരുടെ ഹിസ്റ്ററിയും കാര്യങ്ങളും അതുപോലെ തന്നെ പല്ലിന്റെ എല്ലാ അവസ്ഥയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ഡയഗ്നോസ് ചെയ്യും. അതായത് ഇപ്പോൾ റൂട്ട് കനാൽ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ലീഷൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ക്യാൻസേഴ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡയഗ്നോസ് ചെയ്യാൻ പറ്റണ, ഡയഗ്നോസ് അല്ല, അതെ, ലൈക്ക് നമ്മൾ പിന്നെ അത് ഓറൽ പാത്തോളജിയിലേക്കൊക്കെ വിട്ടിട്ടാണ് കൺഫേം ചെയ്യുക, അതായത് ക്യാൻസർ തന്നെയാണ് എന്നുള്ളത്. ഇത് ഈ വിഭാഗം എന്ന് പറയുന്നത് പേഷ്യന്റ് വരിക, നമ്മൾ എന്താണ് പേഷ്യന്റിന്റെ അസുഖം എന്ന് കണ്ടുപിടിക്കുക, അതാണ് ഓറൽ മെഡിസിൻ. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇതുപോലെ റൂട്ട് കനാൽ ആണോ, പല്ല് അടയ്ക്കണോ, പല്ല് പറിക്കണോ, ഇതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് റേഡിയോഗ്രാഫും കൂടി എടുത്ത് രണ്ടും കോറിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കേട്ടിട്ടില്ലേ മെഡിസിനിൽ, ഇപ്പോൾ നമുക്ക് പോളിസിസ്റ്റിക് ഓവറി അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് അൾട്രാസൗണ്ട് സ്കാനിങ് എടുക്കാൻ പറയും. അപ്പോൾ അതും കൂടി കോറിലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് മെഡിസിൻ എഴുതുകയും അതുപോലെ നമ്മുടെ അസുഖം ഡയഗ്നോസ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ റേഡിയോഗ്രാഫ്, എക്സ്റേ ഒക്കെ എടുക്കുന്ന വിഭാഗവും ഇതിൻ്റെ ഒപ്പമുള്ളതാണ്. അപ്പോൾ ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജിയാണ് നമ്മുടെ രണ്ടാമത്തെ വിഭാഗം വരുന്നത്. ഇതെടുത്ത് കഴിഞ്ഞാലും ഇതുപോലെ നമുക്ക് ട്രീറ്റ്മെന്റ്സ് ചെയ്യാം. അതായത് ലീഷൻസ് ഉള്ളപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെന്റും ചെയ്യാം. അതുകൂടാതെ തന്നെ നമുക്ക് ആ റേഡിയോഗ്രാഫിയിൽ അതിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ CBCT, OPG, IOPA അങ്ങനെ പറഞ്ഞ പലതുണ്ട്. പിന്നെ നമുക്ക് ടീച്ചിങ് പ്രൊഫഷൻ, MDS ഏത് വിഭാഗം എടുത്താലും നമുക്ക് ടീച്ചിങ് പ്രൊഫഷനിലോട്ട് കടക്കാൻ പറ്റും കേട്ടോ. ഇനി തേർഡ് ഡിപ്പാർട്ട്മെന്റ് വരുന്നതാണ് പെരിയോഡോണ്ടോളജി. പെരിയോഡോണ്ടോളജി എന്ന് പറയുമ്പോൾ മോണരോഗ വിഭാഗമാണ്. ഈ മോണരോഗ വിഭാഗം എന്ന് പറയുമ്പോൾ മോണയ്ക്ക് എന്തെങ്കിലും അഴുക്കോ, മോണയിൽ എന്തെങ്കിലും അഴുക്കോ, പല്ലിൽ എന്തെങ്കിലും അഴുക്കോ, അതുപോലെ തന്നെ മോണയ്ക്ക് എന്തെങ്കിലും പ്രശ്നമോ, മോണയുടെ വലിപ്പം കുറവ് അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള വിഭാഗമാണ്. മോണയുടെ സർജറി ഒക്കെ ചെയ്യുന്ന വിഭാഗമാണ് പെരിയോഡോണ്ടോളജി. അതുപോലെ പല്ലിന്റെ ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന വിഭാഗമാണ് പെരിയോഡോണ്ടോളജി. അപ്പോൾ അതാണ് മൂന്നാമത്തെ വിഭാഗം. ഇനി വരുന്നതാണ് പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആ നിപ്പ ടൈമിലൊക്കെ കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് MBBSകാരുടെ കമ്മ്യൂണിറ്റി മെഡിസിൻ ഭയങ്കര പോപ്പുലർ ആയ ഒരു ടൈമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സും സർവേയും കാര്യങ്ങളൊക്കെ ക്യാമ്പിനൊക്കെ പോണ വിഭാഗമാണ് പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി. ക്ലീനിങ് ചെയ്യും, അങ്ങനെ അതുപോലെ ഫില്ലിങ് ചെയ്യും, പ്രിവെന്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതായത് നമ്മൾ പേഷ്യൻസിന്റെ പല്ലിന്റെ ഫുൾ അവസ്ഥയൊക്കെ നോക്കിയിട്ട് അതുപോലെ ട്രീറ്റ്മെന്റ് ആയിട്ട് ഫില്ലിങ്, ക്ലീനിങ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന വിഭാഗമാണ് കേട്ടോ. അതുപോലെ തന്നെ ഫ്ലൂറൈഡ് ട്രീറ്റ്മെന്റ് അതൊക്കെ ചെയ്യാൻ പറ്റുന്ന വിഭാഗമാണ്. ഇത് ഈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ക്ലിനിക്കൽ അല്ല, നോൺ ക്ലിനിക്കൽ സബ്ജക്റ്റിൽ പെടുന്നതാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമുക്ക് ഈ പോസ്റ്റർ പ്രസന്റേഷൻ, അതുപോലെ ഇങ്ങനെ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുക, അങ്ങനത്തെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈക്ക് അബ്രോഡൊക്കെ നല്ല സ്കോപ്പുള്ള വിഭാഗം തന്നെയാണ് കേട്ടോ. അപ്പോൾ കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറയുന്നത് ഇതാണ്. അതായത് എന്തെങ്കിലുമൊക്കെ അസുഖമൊക്കെ വരുമ്പോൾ നമുക്ക് അവിടെ ഭയങ്കര റോളാണ്. ഇപ്പോൾ കൊറോണ ടൈമിലും നമുക്ക് സ്വാബ് കളക്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഡെന്റൽ കോളേജിൽ ഈ PhD ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പാൻഡമിക്കോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഇവർക്ക് ഭയങ്കര റോളാണ്. അപ്പോൾ അതാണ് PhD. പിന്നെ വരുന്നതാണ് ഓർത്തഡോണ്ടിക്സ് ആൻഡ് ഓർത്തോപീഡിക്സ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, പല്ലിൽ ക്ലിപ്പ് ഇടുക ആ വിഭാഗമാണ്. അതുപോലെ തന്നെ എല്ലിന്റെ വളർച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നമാണെങ്കിൽ ആ
കുട്ടികൾ വളരുന്ന ഏജിൽ 10 വയസ്സിൽ ആ ടൈമിലൊക്കെ മോണയിലോ അല്ലെങ്കിൽ താടിയെല്ലിനൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യണ വിഭാഗമാണ് ഓർത്തോപീഡിക്സ് ആൻഡ് ഓർത്തോഡോണ്ടിക്സ്. ഇതൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി പറയണം. ഞാൻ ബ്രീഫായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചായിട്ട് പറയണത് കേട്ടോ. അപ്പോൾ ഈ 4 വിഷയം, ഫസ്റ്റ് പറഞ്ഞ വിഷയം നമുക്ക് ഫസ്റ്റ് ഇയറും തേർഡ് ഇയർ ആയിട്ട് തീരും. ബാക്കി 4 വിഷയങ്ങൾ നമുക്ക് ഫൈനൽ ഇയർ പാർട്ട് 1 തീരുന്നതാണ്. പാർട്ട് 1 എന്ന് പറഞ്ഞിട്ടും പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് 2 വിഭാഗമായിട്ടാണ് നമുക്ക് ഫൈനൽ ഇയർ കേരളത്തിലുള്ളത്. പുറത്തത്തെ സ്റ്റേറ്റ്സിലൊക്കെ 4 കൊല്ലമാണ് BDS ഉള്ളത്. കേരളത്തിൽ 4.5 കൊല്ലമുണ്ട്. അതിൽ 4ാമത്തെ കൊല്ലം 1 കൊല്ലം പാർട്ട് 1ഉം 6 months പാർട്ട് 2 ആണ്. ഇനി നമ്മൾ പാർട്ട് 2 സബ്ജക്ട്സിലോട്ട് കടക്കുമ്പോൾ വരുന്നത് പ്രോസ്റ്റഡോണ്ടിക്സ് ആൻഡ് ഇംപ്ലാന്റോളജി. ഈ പ്രോസ്റ്റഡോണ്ടിക്സ് എന്ന് പറയുമ്പോൾ പല്ല് സെറ്റ് വെച്ച് കൊടുക്കുക, അതുപോലെ പല്ല് പോയിട്ട് ഇംപ്ലാന്റ് വെച്ച് കൊടുക്കുക, അതുപോലെ കണ്ണ് നഷ്ടപ്പെട്ടവർക്ക്, ചെവി നഷ്ടപ്പെട്ടവർക്ക് അവർക്കൊക്കെ പ്രോസസ്സസ് ഉണ്ടാക്കി കൊടുക്കുക. അതൊന്നും UG ടൈമിലല്ല, പ്രോസസ്സസ് ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ PG എടുക്കുമ്പോഴാണ്. അപ്പോൾ അത് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊരു ഭയങ്കര ഒരു അടിപൊളി ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. കേട്ടിട്ടുണ്ടാവും, പല്ല് സെറ്റ് വെക്കൽ, എടുത്തു വരുന്നതും ഫിക്സഡ് ആയിട്ടുള്ളതും എല്ലാ തരം ട്രീറ്റ്മെന്റ് അവർ തന്നെയാണ് ചെയ്യുന്നുണ്ടാവുക. റൂട്ട് കനാൽ കഴിഞ്ഞ് കവർ ഇട്ട് കൊടുക്കണൊക്കെ അവരാണ്. പിന്നെ വരുന്നതാണ് ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി. ഇത് ഓൾമോസ്റ്റ് ലൈക്ക് MBBS, ഭയങ്കരമായിട്ട് ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. നമുക്ക് ഹോസ്പിറ്റൽ പോസ്റ്റിംഗ് ഉണ്ടാവും PG ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ UG ടൈമിൽ തന്നെ നമ്മൾ ഇന്റേൺഷിപ്പ് ആകുമ്പോഴൊക്കെ, അല്ലെങ്കിൽ നമുക്ക് അവിടെ പോസ്റ്റിംഗ് ഉള്ളപ്പോൾ തന്നെ OT പോസ്റ്റിംഗ് ഉണ്ടാവും. അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറീസ് ഉള്ളത് നമുക്ക് നോക്കാം. മാക്സിലോഫേഷ്യൽ ഇവിടെയൊക്കെ ട്രോമ വരുമ്പോൾ, ആക്സിഡന്റ് ഒക്കെ വരുമ്പോൾ അതിന്റെ സർജറീസ്, അല്ലെങ്കിൽ നമ്മൾ താടിയെല്ലാം കുന്തുമ്പോൾ അതിനെ ശരിയാക്കുന്ന സർജറി ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജൻസ് ആണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഒരു എമർജൻസി കാഷ്വാലിറ്റിയിൽ എമർജൻസി ആയിട്ട് ഒരാൾ വീണിട്ട് വരികയാണെങ്കിൽ അപ്പോൾ OMFS ആൾക്കാരെ വിളിക്കും കേട്ടോ, ഡെന്റൽ കോളേജിൽ നിന്ന്. കാരണം ബാക്കി ഹെഡ് ആൻഡ് നെക്ക് ഏരിയ ഒക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് ഓൾമോസ്റ്റ് ലൈക്ക് എന്താ പറയുക, മെഡിക്കൽ സബ്ജക്ട്, അതായത് ഫുള്ളായിട്ട് സർജറീസും അതുപോലെ പല്ലെടുക്കലും അങ്ങനത്തെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് കേട്ടോ. പിന്നെ വരുന്നതാണ് പീഡിയോഡോണ്ടിക്സ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് പീഡിയാട്രിക്സ് എന്ന് പറയില്ലേ, അതുപോലെ തന്നെ കുട്ടികളുടെ ചികിത്സകൾ എല്ലാം, അതായത് പല്ലടയ്ക്കല്, പല്ല് ക്ലീൻ ചെയ്യല്, അതുപോലെ കുട്ടികൾ വായ തുറന്നുറങ്ങുക, അല്ലെങ്കിൽ നാവ് തള്ളുക, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന്റെ ക്ലിപ്പ് ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെയൊക്കെ കുറച്ച് ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യണതാണ് പീഡിയോഡോണ്ടിക്സ്. അതും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. കാരണം എല്ലാ വിഭാഗങ്ങളും ഈ കുട്ടിയിൽ ചെയ്യണത് ഈ പീഡിയോഡോണ്ടിക്സ് വിഭാഗം. അവര് ഇപ്പൊ കുറെ ട്രീറ്റ്മെന്റ് ചെയ്യാനുണ്ട്. കുട്ടി തീരെ കോപ്പറേറ്റീവ് അല്ലെങ്കിൽ ജനറൽ അനസ്തീഷ്യ കൊടുത്തിട്ട് ആ ട്രീറ്റ്മെന്റ്സ് ചെയ്യണത് പീഡിയോഡോണ്ടിസ്റ്റ് ആണ്. പിന്നെ വരുന്ന വിഭാഗമാണ് കൺസർവേറ്റീവ് ആൻഡ് എൻഡോഡോണ്ടിക്സ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവും, എൻ്റെ പല്ല് റൂട്ട് കനാൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പല്ല് റൂട്ട് കനാൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ട്, പല്ലടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ വിഭാഗം. കൺസർവേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് പൊത്തടയ്ക്കുക, അതുപോലെ തന്നെ പല്ലിന് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പ് പല്ലിന്റെ നിറത്തിൽ തന്നെ അടച്ചു കൊടുക്കുക, അതുപോലെ ഭംഗി വരുത്തുന്ന ട്രീറ്റ്മെന്റുകൾ ചെയ്യുക, പല്ലിന് വെളുപ്പിക്കുക. പിന്നെ എൻഡോഡോണ്ടിക്സ് എന്ന് പറയുന്നതാണ് റൂട്ട് കനാൽ ചെയ്യലും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മള് BDSൽ വരുന്ന 9 സബ്ജക്ട്സ്. ഈ 9 സബ്ജക്ട്സിനും MDS ഉണ്ട് കേട്ടോ. ഈ 9 സബ്ജക്ട്സിൽ പെരിയോ, പ്രോസ്തോ, പീഡോ, OMFS, എൻഡോ, ഓർത്തോ ഒക്കെ ക്ലിനിക്കൽ സബ്ജക്ട്സ് ആണ്. അപ്പൊ ഡിപ്പാർട്ട്മെന്റ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ. ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ കയറിയിട്ട് ഞങ്ങൾക്ക് ഒരു ഓറിയന്റേഷൻ ക്ലാസ് പോലെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അറിയണത്, MBBS ആർക്കുള്ള പോലെ നമുക്കുണ്ടല്ലോ ഇങ്ങനെ വിഭാഗങ്ങൾ, സ്പെഷ്യലൈസ് ചെയ്യണ കാര്യം എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ അറിയണത്. പിന്നെ വന്നൊരു ഡൗട്ടാണ് ഈ സപ്ലീന്റെ കാര്യം. നമ്മൾ BDSകാർക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ നമുക്ക് 3 വിഷയമാണ് ഉള്ളത്. ഒന്ന് അനാറ്റമി, ഒന്ന് മൈക്രോ ഫിസിയോളജി, അത് ഒറ്റ എക്സാം ആയിട്ടാണ് വരിക. പിന്നെ ഡെന്റൽ അനാറ്റമി, ഡെന്റൽ ഹിസ്റ്റോളജി. ഇതിൽ നിങ്ങൾ അനാറ്റമി തോറ്റു എന്ന് വിചാരിക്കും. അനാറ്റമി തോറ്റു എന്നാണെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇയർക്ക് കടക്കാം. എന്നിട്ട് ഒരു 6 months കഴിഞ്ഞ എക്സാം ഉണ്ടാവും. അപ്പൊ ആ ടൈമിൽ നമ്മൾ എഴുതി പാസ് ആവണമെങ്കിൽ നമുക്ക് സെക്കൻഡ് ഇയർ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ പാസ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ബാക്കായി. പിന്നെ നമ്മൾ ഒന്നും കൂടി എഴുതുന്ന ടൈമിൽ നമ്മൾ പുതിയ സെക്കൻഡ് ഇയേഴ്സിന്റെ ഒപ്പം കയറേണ്ടി വരും. നമ്മുടെ ബാച്ചിന്റെ ഒപ്പം നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അതേസമയം നമ്മൾ അനാറ്റമിയും അതുപോലെ തന്നെ ഡെന്റൽ അനാറ്റമി ആൻഡ് ഓറൽ ഹിസ്റ്റോളജി, അങ്ങനെ 2 വിഷയം തോറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കായി, നമുക്ക് സെക്കൻഡ് ഇയറിലോട്ട് കടക്കാൻ തന്നെ പറ്റില്ല. അപ്പോൾ അത് എല്ലാ കൊല്ലവും ഉണ്ട്, ഒറ്റ കൊല്ലം മാത്രമല്ല. ഒരു സബ്ജക്റ്റ് മാത്രമാണ് നിങ്ങൾ തോൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ക്യാരി പാസ് എന്ന് പറഞ്ഞിട്ട് ചെയ്യാം. പക്ഷെ നിങ്ങൾ ക്യാരി പാസ് ആയിട്ടുള്ള ആ ഫസ്റ്റ് എക്സാമിലാണ് പാസ് ആവണം, അല്ലെങ്കിൽ നിങ്ങൾ ബാക്കാവും. 2 വിഷയം തോറ്റു എന്നാണെങ്കിൽ നമ്മൾ എന്തായാലും ബാക്കായി. പിന്നെ പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ ഫൈനൽ ഇയറിൽ. അതിൽ പാർട്ട് 1 നമ്മൾ 4 വിഷയം തോറ്റാലും നമുക്ക് പാർട്ട് 2 ക്യാരി ഓവർ ചെയ്യാം. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു 1 year ആണ് പാർട്ട് 1, 6 months കഴിഞ്ഞാൽ 6 months ആണ് പാർട്ട് 2. അപ്പോൾ 6 months കഴിഞ്ഞാലാണല്ലോ നമ്മുടെ പാർട്ട് 1 എക്സാം എഴുതാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പാർട്ട് 1 എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ എല്ലാ കൊല്ലവും ഇതുണ്ട്, അതായത് ബാക്ക് ആവണതുണ്ട്. അതിൽ പാർട്ട് 1 മാത്രമാണ്
ക്യാരി പാസ് ഉള്ളൂ. പിന്നെ നമുക്ക് കൊല്ലത്തിൽ ഒരു 3 ഇന്റേണൽ എക്സാം നടക്കാറുണ്ട്. അപ്പൊ അതിന്റെ ആവറേജ് നോക്കിയിട്ട് ചിലവർ ആവറേജാ നോക്കുക, ചിലപ്പോൾ ബെസ്റ്റ് 2 എക്സാംസിന്റെ ആവറേജാ നോക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അപ്പൊ അതിൽ നമുക്ക് 40% ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അത് കാരണം ഇപ്പൊ നമ്മൾ ഒരു എക്സാം തോറ്റു വെച്ചിട്ട് കുഴപ്പമില്ല എന്നല്ല, പക്ഷെ നമുക്ക് ഫസ്റ്റ് ട്രാക്കിലെത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒരുവിധം കുട്ടികളൊക്കെ ഫസ്റ്റ് എക്സാംസ് ഒക്കെ തോൽക്കാറുണ്ട്. പിന്നെ 40% എന്ന് പറയുന്നത് പാസ് അല്ല, 50% ആണ് പാസ്. അതിൽ 40% എങ്കിലും നമുക്ക് കിട്ടിയാലാണ് നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാം എഴുതാൻ പറ്റുള്ളൂ. അത് എല്ലാ കൊല്ലവും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ ലൈവിൽ പല തവണ വന്നിട്ടുണ്ടായിരുന്നു, 2-3 തവണയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഡൗട്ട്സ് ചോദിക്കാൻ പറയുന്നു, വളരെ കുറച്ച് കുട്ടികളെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ നാളെ ലൈവ് വരുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഏത് ടൈം വേണമെന്നുള്ളത് നിങ്ങൾ പറഞ്ഞോളൂ. നാളെ ഞാൻ ഫുൾ ഫ്രീ ആണ്. അപ്പൊ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ടൈം നിങ്ങൾ പറയണമെങ്കിൽ മെജോറിറ്റി എന്താണോ പറയണത് ആ ടൈമിൽ ഞാൻ വരാം. 2 ടൈം സ്ലോട്ടാണ് ഉള്ളത്. ഒന്ന് 11 o'clock അല്ലെങ്കിൽ ഇതുപോലെ 5 o'clock ആ ഒരു ടൈമിൽ ആണ് ഞാൻ വരുന്നുണ്ടാവുക. അപ്പൊ ഈ 2 ടൈമിൽ നിങ്ങൾക്ക് 10 o'clock വേണോ 5 o'clock വേണോ എന്നുള്ളത്, 10 o'clock മോർണിംഗ് അല്ലെങ്കിൽ 5 o'clock ഈവനിങ് വേണോ എന്നുള്ളത് എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യൂ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഇനിയും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. അതുപോലെ തന്നെ എല്ലാ വീഡിയോസിലും പറയണ പോലെ ഞാനിവിടെ എൻ്റെ ഇൻസ്റ്റ ID കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് കുട്ടികൾ ചോദിച്ച ഡൗട്ടിൻ്റെ ബേസിസിലാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിനോട് റിലേറ്റ് ആക്കി ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ബൈ.